മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരാനുള്ള സാധ്യതകൾ സഫലീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം മൂർച്ച കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിക്കാത്ത ഭാഷയിൽ അദ്ദേഹം ഉപയോഗിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ചതല്ലല്ലോ ഈ പറയുന്നു. നിങ്ങളോട് ആര് പറഞ്ഞു? വ്യക്തികളോട് വിരോധമുള്ള ഞാൻ പറഞ്ഞു. വ്യക്തിപരമായിട്ട് എന്താ പിന്നെ ഞാൻ അയാളുടെ മറ്റു ഭാഷ ഞാൻ ഉപയോഗിക്കുന്നത് വ്യക്തിപരമെന്നാ ചോദിച്ചത്. അത് അദ്ദേഹത്തിന് അറിയാം. അപ്പം CPM ക്ഷീണിപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുക. കാരണം CPM ക്ഷീണിച്ചാൽ BJP വളരും. BJP വളരണമെങ്കിൽ CPM ക്ഷീണിക്കണം. ആ ക്ഷീണിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. മറുവശത്ത് പല സീറ്റുകളിലും ഈ BJP CPM അഡ്ജസ്റ്റ്മെന്റ്സ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുക. ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി CPM സഹായിക്കുന്നു. മറിച്ച് 4-5 സീറ്റ് പറഞ്ഞു. ഒരു ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ദുർബലരായ സ്ഥാനാർത്ഥികളെ ചില മണ്ഡലങ്ങളിൽ ശാരീരികക്ഷമതയില്ലെന്നാണ്. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശ്രീ ജി സുധാകരൻ സാർ. തെരഞ്ഞെടുപ്പിന് ഇനി 4 ദിവസം മാത്രം. കേരളത്തിലെ ഒരു UDF തരംഗമാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. അത് അമ്പലപ്പുഴയിലും പ്രതിഫലിക്കുന്നു. CPM-നുള്ളിൽ നിന്ന് തന്നെ വലിയൊരു പടപ്പുറപ്പാട് കേരളത്തിന്റെ പല ഭാഗത്തും, കണ്ണൂരിൽ തുടങ്ങി ഇങ്ങ് തെക്കൻ കേരളത്തിൽ എത്തി നിൽക്കുന്നു. എന്താണ് അങ്ങ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്തി നിൽക്കുമ്പോൾ അങ്ങയുടെ ഒരു ജനങ്ങളിൽ നിന്നുള്ള പ്രതികരണം? അങ്ങേക്ക് കിട്ടുന്ന സ്വീകരണം? ഗോതയൊന്നുമില്ല, കുസ്തിയൊന്നുമല്ല ഇവിടെ നടക്കുന്നു. തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്കൽ കണ്ടസ്റ്റാൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ അഫയർ, ഭരണഘടനാപരമായ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഇലക്ഷനിൽ കൂടി നിറവേറ്റപ്പെടുന്നത്. അതില് കേരളത്തിലെ ആ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷെ മൂന്നാമതും പിണറായി ഗവൺമെന്റ് വരാനുള്ള സാധ്യതകൾ സഫലീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജനകീയ സ്വതന്ത്രനായ ഞാൻ ജയിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലാതെ എതിരായിട്ട് ആരും പറയുന്നത്. എല്ലാവരും ഞാൻ ജയിക്കുമെന്നാണ്. സാമാന്യം ഭേദപ്പെട്ട മെജോറിറ്റി ജയിക്കുമെന്നാണ് പറയുന്നത്. അതാണ് പറയാൻ. മറുവശത്ത് പിണറായി വിജയൻ ഓരോ ദിവസവും അങ്ങേക്കെതിരായ ആക്രമണങ്ങളുടെ മൂർച്ച കൂട്ടി വരുന്നു. അദ്ദേഹം മിക്ക യോഗങ്ങളിലും അങ്ങേക്കെതിരെ വളരെ തീവ്രമായി സംസാരിക്കുന്നു. എന്താണ് ഇത്ര വലിയൊരു കലിപ്പിന് കാരണം? അതെന്നോടല്ലോ ചോദിക്കേണ്ടത്. ഞാൻ കലിപ്പിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കുക. അതിന് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥരല്ല. പിന്നെ അദ്ദേഹം മൂർച്ച കൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഉപയോഗിക്കാത്ത ഭാഷയിൽ അദ്ദേഹം ഉപയോഗിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ചതല്ലല്ലോ ഈ പറയുന്നു. അപ്പൊ എന്നെ ആക്രമിച്ചതുകൊണ്ട് എന്റെ ശരീരത്തൊന്നും രക്തമൊന്നും ഇതുവരെ വന്നിട്ടില്ല. എനിക്കൊന്നും സംഭവിക്കുന്നില്ല. ഞാനിത് വളരെ ആശ്ചര്യത്തോടുകൂടിയാണ് കാണുന്നത്. ഇദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. മുഖ്യമന്ത്രിയല്ലേ സംസാരിക്കുന്നത്. ഞാനൊരു പാവപ്പെട്ട സ്വതന്ത്രനാണ്, ജനകീയ സ്വതന്ത്രനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്കുലർ പ്രസ്ഥാനം ആണ് കോൺഗ്രസ്. CPIM സെക്കുലർ ആണെങ്കിലും ഏറ്റവും വലിയ പ്രസ്ഥാനമല്ലല്ലോ. 12% വോട്ടുണ്ടായിരുന്ന CPM-ന് ഇപ്പോൾ 2% വോട്ടില്ല. CPI-യോട് ചേർന്നാൽ ചിലപ്പോൾ 2.5 കാണുമായിരിക്കും. പക്ഷേ CPM-ന് മാത്രം 12% ഉണ്ടായിരുന്നു ടോട്ടൽ ഇന്ത്യൻ പാർലമെന്ററി വോട്ടിങ്. അതെല്ലാം പോയി. ഞങ്ങൾക്ക് 62 സീറ്റ് ഉണ്ടായിരുന്ന കാലമുണ്ട്. CPM-ന് അതിൽ തന്നെ 10-50 സീറ്റോളം ഉണ്ടായിരുന്നു. CPI-ക്ക് 8-9 സീറ്റ് ഉണ്ടായിരുന്നു. ആ കാലമൊന്നും പോയില്ലേ. അപ്പൊ 6 സീറ്റല്ലേ ഉള്ളൂ. ഒരെണ്ണം കേരളത്തിന്. CPI-ക്കും CPM-നും കൂടെ 4 സീറ്റ് തമിഴ്നാട്ടിൽ. 6ാമത്തെ സീറ്റ് രാജസ്ഥാനിൽ പണ്ട് മുതൽ AKജിയുടെ കാലം മുതൽ കൃഷിക്കാർക്ക് വേണ്ടി സമരം ചെയ്ത ഒരു സ്ഥലമുണ്ടാവും. അവിടെ കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ആ സീറ്റ് കിട്ടും. 4 സീറ്റ് തമിഴ്നാട്ടിൽ കിട്ടുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ്. DMK, മുസ്ലിം ലീഗ്, CPI, CPI, കോൺഗ്രസ്.
ഇതാണ്. അപ്പൊ പാർട്ടി എത്രമാത്രം ഇന്ത്യയിൽ ഇൻസിഗ്നിഫിക്കന്റ് ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. പിടിച്ചു തന്ന കേരളത്തിലാണ്. ബംഗാളൊക്കെ പോയേ. അതെ. അവിടെ കോൺഗ്രസ് CPM മുന്നണിയാണല്ലോ. ഇത്തവണയാണ്, മുമ്പുമാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ സീനറിയും മാറിയിരിക്കുന്നു. ഒന്നും മാറിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്. അതിന്റെ അർത്ഥം അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറയുന്നതിന് അത്ര വലിയ ഗൗരവത്തൊന്നും എടുക്കേണ്ട കാര്യമില്ല. പിന്തുടർന്നു വന്ന അതേ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ തന്നെയാണ് അങ്ങ് ഇപ്പോഴും ജീവിക്കുന്നത്. ആശയങ്ങളിൽ ഭിന്നതയില്ല, വ്യക്തികളോട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? വ്യക്തികളോട് വിരോധമുണ്ടെന്ന് ആരും നിങ്ങളോട് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അല്ല, നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് മാറുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ അറിയാൻ മേത്തോണ്ടാണ് അത് പറയണം. വ്യക്തികളോടാണ് ഭിന്നത, ആശയങ്ങളുള്ളത്. അതെന്താ അടിസ്ഥാനത്താ പറയുന്നത്? CPM നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അതൊരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ നിന്ന് വ്യക്തികളോടാണെന്ന് പറഞ്ഞ എന്താണെന്ന് ഞാൻ ചോദിച്ചത്. ആലപ്പുഴ ജില്ലയിലെ ചില നേതാക്കൾ അവരോട് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഇതാണ് ചില നേതാക്കളുടെ പ്രശ്നമാണല്ലേ. പിന്നെ നേതാവ് മാറിയപ്പോൾ അതല്ലല്ലോ പ്രശ്നം. അത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിമർശിക്കല്ല. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ആ സാഹചര്യം ഉൾക്കൊണ്ടുകൊണ്ട് ചോദ്യം ചോദിക്കണം. ആലപ്പുഴ ജില്ലയിലെ ഒരുപിടി CPM നേതാക്കളോട് അങ്ങേക്ക് വ്യക്തിപരമായ ആശയപരമായോ ഭിന്നതകളോ? വ്യക്തിപരമായിട്ട് എന്താ പിന്നെ ഞാൻ അയാളുടെ മറ്റു ഭാഷ ഉപയോഗിക്കുന്നത് വ്യക്തിപരമെന്നാ ചോദിച്ചത്. എന്താണ് ഭിന്നതയ്ക്ക് അടിസ്ഥാനം എന്ന് ആണ്? എന്ത് ഭിന്നത? ഈ ആലപ്പുഴ ജില്ലയിലെ ചില എത്രയോ തവണ ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യമൊന്നുമില്ലല്ലോ. ഞാൻ വെളിപ്പെടുത്തി കഴിഞ്ഞ 1.5 മാസമായിട്ട് വെളിപ്പെടുത്തിയിരിക്കുകയല്ലേ. ഇത് പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ പാർട്ടിയാണ് ആലപ്പുഴ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കറിയാം, ആ പദം പോലും അറിയത്തില്ലല്ലോ. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. കമ്മ്യൂണിസ്റ്റ് അവിടെ മരിച്ചുപോയി. അതിന്റെ ഗന്ധവും ഇല്ല, സുഗന്ധമേ ഇല്ല. ഒരു വലിയ ഐഡിയോളജിയാണ്, ഒരു ആശയമാണ് കമ്മ്യൂണിസം. നിങ്ങൾക്കും അറിയത്തില്ല. കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അവിടെ വർഗങ്ങളില്ല. കമ്മ്യൂണിസം ഇത് കാണുന്നൊന്നും കമ്മ്യൂണിസം ഒന്നും അല്ല. പാർലമെന്ററി സമ്പ്രദായമാണ്. അവിടെ ഞങ്ങൾ മത്സരിക്കുന്നു. പാർട്ടി പ്രോഗ്രാം അനുസരിച്ച് മത്സരിക്കാം. ഭൂരിപക്ഷം കിട്ടിയ അധികാരത്തിൽ വരാം. ഇതല്ല. ഇത് പാർലമെന്ററി സമ്പ്രദായമോ സോഷ്യലിസമോ പോലും അല്ല കമ്മ്യൂണിസം. അതിനൊക്കെ ഉപരി വർഗങ്ങളില്ല, ഭരണകൂടമില്ല. സ്റ്റേറ്റ് വിൽ വിതറവേ, ഒഴിഞ്ഞു പോകുന്നതാണ്. പട്ടാളവും പോലീസും കോടതിയൊന്നും ആവശ്യമില്ല. മനുഷ്യൻ ഏറ്റവും ഉന്നതമായ, മനുഷ്യന്റെ വളർച്ചയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു സരണിയിലെത്തി നിയമത്തിന്റെ ഒന്നും അനുശാസനമില്ലാതെ എല്ലാ കാര്യങ്ങളും നിയമം അനുശാസിക്കുന്ന കാര്യം ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി ചെയ്യുന്നതിനാണ്. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. 4, 5, 6 നൂറ്റാണ്ടോണ്ടൊന്നും ഉണ്ടാവത്തുമില്ല. അങ്ങനെ വലിയൊരു മഹനീയമായ കമ്മ്യൂണിസ്റ്റ് ആശയം മുന്നോട്ട് വന്നുകൊണ്ടാണ് ബുദ്ധിജീവികൾ, എഴുത്തുകാർ, കലാകാരന്മാരൊക്കെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ ഈ കമ്മ്യൂണിസത്തെ പാടിപ്പുകഴ്ത്തിയതും അതിനുവേണ്ടി എഴുതിയതും പടം വരച്ചതും ഈ പ്രസ്ഥാനം വലിയ പ്രസ്ഥാനമായി മാറിയത്. അധ്വാനിക്കുന്നവരുടെ മഹത്വമാണ് കമ്മ്യൂണിസം. അധ്വാനത്തിന്റെ വേർപ്പുണ്ട്. ആ വേർപ്പിന്റെ മണമാണ്. അത് ബൂർഷാസിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ കേരളത്തിലെ CPM നേതാക്കന്മാരിൽ ഒരു വിഭാഗത്തിന് ആലപ്പുഴ ജില്ലയിലെ ഏതാണ്ട് മിക്കവാറും എല്ലാ നേതാക്കന്മാർക്കും വേർപ്പ് ഇഷ്ടമല്ല. അത് വേർക്കാൻ തയ്യാറല്ല. അവരുടെ വസ്ത്രധാരണം, അവരുടെ വാഹനങ്ങൾ, അവരുടെ മൊബൈലുകളുടെ ആത്മനാഥനകൾ, അവരുടെ വർത്തമാനം എല്ലാം കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഒന്നുമില്ല. ഇവിടെ ബൂർഷാ ഡെമോക്രസിയേക്കാളും മോശപ്പെട്ട രീതിയാണ്. മനസ്സിലായില്ലേ? പക്ഷേ സംസ്ഥാന അടിസ്ഥാനത്തിൽ ആ സംഘടന ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു. അതാണ് പിണറായി വിജയൻ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അദ്ദേഹവും ഈ പാകപ്പിഴയ്ക്ക് വിധേയനായി എന്ന് വേണം കരുതാൻ. അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്. ആ പൊളിറ്റ് ബ്യൂറോയെ പറ്റി തന്നെ പ്രതീക്ഷ ഇനി ഉണ്ടാവുക. ഇത് എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ ആവശ്യമാണ്. കോൺഗ്രസും ആവശ്യമാണ്. കാരണം മതനിരപേക്ഷ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ. ഈ 2 പ്രസ്ഥാനവും ഇവിടെ ആവശ്യമാണ്. ഈ കേരളം ഒഴിച്ച് എല്ലായിടത്തും ഒരുമിച്ചാണ്. കാരണം BJP എതിർക്കണമെങ്കിൽ ഒരുമിച്ച് നിന്നേ പറ്റൂ. എന്നിട്ടും BJP അധികാരത്തിലാണ്. കേരളത്തിൽ ഇപ്പൊ BJPക്ക് MLA-മാരൊന്നുമില്ല. തുടർന്ന് ഭാവിയിൽ അവരൊരു കുറെ MLA-മാരെ കിട്ടുന്നു. സങ്കല്പമാണത്. അവരൊരു പ്രധാന പ്രതിപക്ഷമാകുന്നു. അത് കഴിഞ്ഞ് കുറെ കാലം 2, 3, 4 ഇലക്ഷൻ കഴിയുമ്പോൾ ഭരണകക്ഷിയാവുന്നു. സങ്കല്പിക്കുക. അങ്ങനെ വരാതിരിക്കാൻ അന്ന് CPM കോൺഗ്രസ് ഒന്നിക്ക് ഇവിടെ ഇന്ത്യ മുന്നണി വരുമെന്ന് അന്നേ വരുള്ളൂ. കാരണം ഇപ്പൊ ഒറ്റക്കെട്ടേക്ക് കയറാം എന്നുള്ള ചിന്താഗതിയാണ്. അത് നല്ല ചിന്താഗതിയാണോ അതോ അധികാരം ഞങ്ങൾക്ക് മാത്രം മതി എന്നൊക്കെ ചരിത്രം തീരുമാനിച്ചോളട്ടെ.
ഇപ്പൊ കോൺഗ്രസിന്റെ പിന്തുണ ഞാൻ സ്വീകരിക്കുന്നത് കേരളത്തിന് വെളിയിൽ CPIM എടുക്കുന്ന സമീപനമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ. ഇപ്പൊ കേരളത്തിലും CPM-ഉം കോൺഗ്രസും ഒരുമിക്കണോ? എനിക്ക് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, ഞാൻ അങ്ങനെ പറഞ്ഞില്ല. മറുവശത്ത് CPM-ന്റെ ഉന്നത നേതാക്കൾ പുലർത്തുന്ന ഒരു ജീവിത ശൈലിയുടെ ഒരു ഭാഗമല്ലേ ഇപ്പോ ആലപ്പുഴ ജില്ലയിലെ ചില നേതാക്കളാണെങ്കിലും പകർത്താൻ ശ്രമിക്കുന്നത്? പകർത്താൻ ശ്രമിക്കുകയല്ല, അവരങ്ങനെ ജീവിച്ചോണ്ടിരിക്കുകയല്ലേ ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത തരത്തിൽ. അതിന്റെ മറ്റൊരു തലം നമുക്ക് ഉയർന്ന തലത്തിലും കാണാൻ കഴിയില്ല. ഉയർന്ന കാണാൻ നേതാക്കൾ കഴിയുമല്ലോ. മൊത്തത്തിൽ ആ ആശയാദർശങ്ങൾ മങ്ങിപ്പോയില്ലേ, കംപ്ലീറ്റ് ഫെയിൽ ചെയ്ത് പോയിടമുണ്ട്. അവിടെ എവിടെയൊക്കെ കത്തി നിൽക്കുന്നിടമുണ്ട്. അതിന് സമാനതയില്ല. അതിന് കാരണം എന്താണ്? അതിന്റെ കാരണം എന്താണ്? കാരണം സ്വകാര്യ സ്വത്തിലുള്ള അതിഭ്രമം. ഏതൊന്നിനെയാണോ ഇല്ലാതാക്കണമെന്ന് മാർക്സും എംഗൽസും പറഞ്ഞത്, ആ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇറ്റ് ഇസ് എൻ ഈവിൾ. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ 5 സെന്റുള്ള കൃഷിക്കാരന്റെ കാര്യമല്ല ഈ പറയുന്നത്, അല്ല 1 ഏക്കറുള്ള കൃഷിക്കാരന്റെ കാര്യമല്ല. വൻകിട കുത്തകകൾ, ഭൂസ്വാമിമാർ, സാമ്രാജ്യത്വ ശക്തികൾ. ലോകത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അവരുടെ കയ്യിലാണ്. മനസ്സിലായോ? ഇതൊക്കെ വളരെ ഗഹനമായ കാര്യമാണ്. നിങ്ങൾ 5 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതൊക്കെ പറയാൻ അറിയാവുന്നവർ ഇവിടെ ആയിരിക്കുന്നു. ഈ ജില്ലയിൽ ആരെങ്കിലും ഉണ്ടോ? ഒരാളുടെ പേരൊന്ന് പറയാമോ? പാർട്ടിക്ക് എന്ത് ഭാവിയാണ് ഈ ജില്ലയിലുള്ളത്? ഈ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ പാർട്ടിയല്ല, തൊഴിലാളി വർഗം രക്തം കൊണ്ട് കെട്ടിപ്പടുത്ത പാർട്ടിയായിരുന്നു. ഇപ്പോഴും പാർട്ടി മെമ്പർഷിപ്പ് സ്കൂട്ടറി പരിശോധിച്ചാൽ ഈ ഒരു കാലഘട്ടത്തിലും അടിസ്ഥാന വർഗം ഏറ്റവും കൂടുതൽ പാർട്ടിയിലുള്ളത് ഈ ആലപ്പുഴ ജില്ലയിലാണ്. 75% കർഷക തൊഴിലാളിയും ദരിദ്ര കൃഷിക്കാരനുമാണ് ഇവിടെ ഉള്ളത്. വ്യവസായ തൊഴിലാളിയാണ്. മറ്റു പല ഇടത്തരക്കാരാണ് കൂടുതൽ. ഇവിടെ ഇപ്പോഴും ഈ വർഗമാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിപ്പോ കുറഞ്ഞു വരും. ഇനി അങ്ങേക്കൊപ്പം ഈ ആലപ്പുഴ ജില്ലയിലെ വലിയൊരു വിഭാഗം പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഒക്കെ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഔദ്യോഗിക ചേരിയിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു മാറ്റം ദൃശ്യമാണോ? ഞാൻ ആരെയും വിളിച്ചിട്ടില്ല. പ്രചരണത്തിനായി ഞാൻ ഒരാളെ പോലും വിളിച്ചിട്ടില്ല CPM എന്ന്. ആ പരിപാടി എനിക്കില്ല. വന്നു ചേരുന്നുണ്ടല്ലോ ആളുകൾ. അല്ല, ഞാൻ ആരെയും വിളിച്ചില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരെയും വിളിച്ചില്ല. പുതിയ പാർട്ടി ഞാൻ ഉണ്ടാക്കിയില്ല. ഞാനൊരു പാർട്ടി ചേർന്നിട്ടുമില്ല. ഞാൻ സ്വതന്ത്രനാണ്. കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന അവർ സെക്യുലർ അല്ലേ, പിന്തുണയ്ക്കട്ടെ. എന്താ UDF പിന്തുണയ്ക്കുന്നു? UDF-ഉം കോൺഗ്രസും CPM കൂടെ ഐക്യമല്ലെന്ന് കേരളം ഒഴിച്ചല്ലോ എല്ലാവരും അല്ലേ? ഇവിടെ അവര് ഐക്യമല്ല, അവരെന്നെ സഹായിക്കുന്നു. അതിനെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് എന്ത് അധികാരമാണ്? കോൺഗ്രസും CPM-ഉം തമ്മിൽ ഇന്ത്യ മുന്നണിയിൽ യോജിച്ച് പ്രവർത്തിക്കാൻ CPM പൊളിറ്റൂർ അംഗീകാരം കൊടുത്തപ്പോൾ പിണറായി വിജയൻ ഉറങ്ങുകയായിരുന്നോ PBയിൽ? ആ സമയത്ത് ഉറങ്ങായിരുന്നോ? അല്ല. അത് കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാനുള്ള പരിപാടിയൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാലം കഴിഞ്ഞ് എന്ത് സംഭവിക്കാൻ ഇടയുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. ഒരു പ്രൊജക്ഷനാണ് ഞാൻ പറഞ്ഞത്. പൊട്ടൻ നടക്കുമെന്നല്ല. BJP അധികാരത്തിൽ വരുന്ന ഒരു സ്ഥിതി ഇവിടെ 25 വർഷം കഴിഞ്ഞ് ഉണ്ടായാൽ ഇത് രണ്ടും ഒന്നാമതാണ്. രണ്ടും യോജിക്കുന്ന ഒന്നാമല്ലോ, രണ്ടും യോജിക്കും. മറുവശത്ത് ഈ CPM നേതാക്കളുടെ ഇടയിൽ പോലും ഇപ്പോൾ ഒരു ജനാധിപത്യം ഇല്ലല്ലോ, ഒരുതരം ഏകാധിപത്യം. ഒന്നും അറിയില്ല. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംവിധാനത്തില് ഇപ്പോഴും ഈ പാർട്ടി പിടിച്ചു കെട്ടപ്പെട്ട് കിടക്കുന്നത്? ഏത് സംവിധാനത്തിൽ? അങ്ങ് നേരത്തെ വിവരിച്ചതുപോലെ ഒരു ജീർണതയിൽപ്പെട്ട് കിടക്കുന്നത്. കാരണം ഇതിലെ പാർട്ടി മെമ്പർമാർക്ക് പാർട്ടി എന്താണെന്ന് അറിയത്തേണ്ടതുണ്ട്. 5 ലക്ഷം പാർട്ടി മെമ്പേഴ്സ് ഇല്ലേ? അതെ. അത് ആർക്കറിയാം പാർട്ടി എന്തുവന്ന്? ഭരണഘടന വായിച്ച എത്ര പേരുണ്ട്? പാർട്ടി പരിപാടി അറിയാവുന്ന എത്ര പേരുണ്ട്? പാർട്ടി പരിപാടി ഇപ്പോൾ നാടകവും തന്ത്രവും അറിയാവുന്ന എത്ര പേരുണ്ട്? റെവല്യൂഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? പാർലമെന്റ് ഡെമോക്രസി ഉണ്ട്, സോഷ്യൽ ഡെമോക്രസി ഉണ്ട്, സോഷ്യലിസ്റ്റ് ഡെമോക്രസി ഉണ്ട്. ഇതിലെല്ലാം മീതെയാണ് കമ്മ്യൂണിസം. സോഷ്യലിസം വരെ ഇതുവരെ വന്നിട്ടുള്ളൂ. ആ സോഷ്യലിസത്തിലും കളങ്കം ഉണ്ടായി. റഷ്യയിലൊക്കെ ഉണ്ടായില്ലേ? ചൈന പോലും ഇന്നത്തെ കാലത്ത് അനുസരണമായി സോഷ്യലിസത്തെ ഈ കാലത്തിനനുസരിച്ച് ഒരു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ സോഷ്യലിസം ഉണ്ട്. വിയറ്റ്നാമിലുണ്ട്, ക്യൂബയിലുണ്ട്, നോർത്ത് കൊറിയയിലുണ്ട്. ഇവിടുത്തെ കേരളത്തേ ഉള്ളൂ. ബാക്കി യൂറോപ്പിലെ 14 രാജ്യങ്ങളും പോയി, സോവിയറ്റിലോട്ട് പോയി. ഐഡിയോളജിയുടെ കുഴപ്പമില്ല, കൈകാര്യം ചെയ്തോടെ കുഴപ്പം. കമ്മ്യൂണിസ്റ്റിന്റെ കുഴപ്പമില്ല, അതിന്റെ കുഴപ്പമില്ല. കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷമാണോ അതോ അഖിലേന്ത്യാ തലത്തിലുള്ള ഏതാ ഈ ഇപ്പോഴത്തെ ഈ അവസ്ഥ? അഖിലേന്ത്യ എവിടെയുണ്ട്? അതെ, ത്രിപുരയിൽ 16 MLA-മാരുണ്ട്. ആ പാവപ്പെട്ട ആദിവാസികളും ഗോത്രവർഗ്ഗക്കാരും ആ പാർട്ടിയെ ഇപ്പോഴും സ്നേഹിക്കുന്നു. പ്രമാണിമാർ പാർട്ടിയെ നയിച്ചതാണ് ഈ ബംഗാൾ. എല്ലാം പ്രമാണിമാരാണ്. ബംഗാളി ബാബുമാർ, ഗ്രാമങ്ങളിലുള്ള പാവങ്ങൾ കംപ്ലീറ്റ് പോയി. ഒരൊറ്റ സീറ്റിൽ അസംബ്ലി
300-നടുത്ത് സീറ്റുള്ള അസംബ്ലി ഒരു ഒറ്റ MLA ഇല്ല. ബംഗാളി ബാബുമാരെ ഒന്നും കാണാനില്ല. ഈ നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ ചട്ടമ്പി സ്ത്രീ, മമതാ ബാനർജി, അവര് ആളെ കാണുമ്പോൾ ഓടുകയല്ലേ ബംഗാളി ബാബുമാർ. പാർട്ടി ഓഫീസ് അവർക്ക് കൊടുത്തു, ചെങ്കൊടിയും കൊടുത്തു, ഓടി രക്ഷപ്പെട്ടവർ. അവര് തൃണമൂൽ കോൺഗ്രസ് ചേർന്നു. കേരള ബംഗാളി നടന്നത് ലോകത്തോടെ കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസ് കൊടി ഉപേക്ഷിച്ച് ആക്രമിക്കാൻ വന്നവിടെ കൂടെ ചേർന്നു. അവിടെ എന്ത് കമ്മ്യൂണിസ്റ്റാണ് കെട്ടിപ്പടുത്തത്? ഒരു കാലത്തുണ്ടായിരുന്നു. രാമദാസ് ഗുപ്തയൊക്കെ ആ പാർട്ടിയെ നയിച്ച കാലത്ത് അതൊരു പാർട്ടിയായിരുന്നു. അത് കഴിഞ്ഞു. അധികാര ദുര, അതാണ്. അധികാരമില്ല, ഒന്നുമില്ല. പാർട്ടിയുണ്ട് അവിടെ എന്ന് പറയാൻ പറ്റുള്ളൂ. കേരളത്തിലെ പാർട്ടിയും ഇത്തരം പ്രമാണിമാരുടെ കയ്യിലാണ് ഇപ്പോൾ. ബംഗാളിന് തുല്യമായി ഞാൻ പറഞ്ഞില്ല. ഇത്തരം പ്രമാണിമാർ ബംഗാളികളല്ലല്ലോ ഇവര്, മലയാളികളല്ലേ. ഇത് വേറിട്ട ഒരു പ്രാമാണികരല്ലേ ഇവിടെയുള്ളവരും? അതറിയില്ല. പാർട്ടി നേതൃത്വത്തിന് പ്രത്യയശാസ്ത്രപരമായ ദിശാമുഖം ഇല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവും പരിപാടി അനുസരിച്ചല്ല കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനകത്തെല്ലാം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടുത്തെ ഒരു CPM-ന്റെ ഭാവി എന്തായിരിക്കും? CPM ഇവിടെ ഉണ്ടാവും, കുറച്ച് പാർട്ടി സഹകളിവിടെ ഉണ്ടാവും. അതൊന്നും ഇല്ലാതാവും പോലല്ല. പക്ഷെ പാർട്ടിക്ക് പഴയ തരത്തിലുള്ള വിശ്വാസ്യത ഉണ്ടാവില്ല. ആ പാർട്ടിയുടെ സ്പേസ് മറ്റേതെങ്കിലും BJP പോലുള്ള പാർട്ടി വളർന്നു വരാൻ വളർന്നല്ലോ. ഇപ്പൊ തന്നെ ഉണ്ടല്ലോ 15%. പാർലമെന്റ് കിട്ടിയ എത്രയാ? ഈ ജില്ലയിൽ കിട്ടിയത് 36%. സ്റ്റാറ്റ് ആവറേജ് 22 ഉണ്ട്. പൊതുവായിട്ടുള്ളതാണ് 15%. പണ്ട് 1% പോലും ഇല്ലായിരുന്നു. പിണറായി വിജയൻ ഇപ്പോഴും പറയുന്നത് CPM-ന് ക്ഷീണം സംഭവിച്ചാൽ ഇവിടെ BJP വർഗീയ ശക്തികൾ തലപൊക്കുമെന്നാണ്. അത് അദ്ദേഹത്തിന് അറിയാം. അപ്പം CPM-നെ ക്ഷീണിപ്പിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുക. കാരണം CPM ക്ഷീണിച്ചാൽ BJP വളരും. BJP വളരണമെങ്കിൽ CPM ക്ഷീണിക്കണം. ആ ക്ഷീണിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായല്ലോ. മറുവശത്ത് പല സീറ്റുകളിലും ഈ BJP CPM അഡ്ജസ്റ്റ്മെന്റ്സ് ഇപ്പോൾ പറഞ്ഞു കേൾക്കും. ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി CPM-നെ സഹായിക്കുന്നു. മറിച്ച് 4-5 സീറ്റ് പറഞ്ഞു. ഒരു ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് ദുർബലരായ സ്ഥാനാർത്ഥികളെ ചില മണ്ഡലങ്ങളിൽ ശാരീരികക്ഷമതയില്ലെന്നാണ്. എന്തോ അല്ല, ദുർബലങ്ങൾ ഒരു മത്സരത്തിന്റെ ഒരു യോഗ്യത പൊളിറ്റിക്കൽ അടിസ്ഥാനത്തിൽ. ഇവിടെ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, ചിലയിടത്തൊക്കെ RSP ഉണ്ട്. പിന്നെ ഉള്ളതാണ് BJP. അധികം പാർട്ടികൾ ദേശീയ പാർട്ടികൾ, നാഷണൽ പാർട്ടികളുമാണ്. അവരാണ് പ്രധാന പാർട്ടി. ഇവിടെ 2021 വിജയിക്കുന്ന കാര്യമല്ല. അതവിടെ ഏതോ ഒരു മുതലാളി ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്. അതായത് ഇഷ്ടം അത് പോട്ടെ. പറ്റിയൊന്നും പറഞ്ഞു കണക്കെടുക്കേണ്ട കാര്യമല്ല. അതവിടെ എറണാകുളത്ത് ആ അന്തരീക്ഷത്തിൽ ഉണ്ടായ ഒരു പാർട്ടിയാണ്. അപ്പൊ ഇത് ചെങ്ങന്നൂരെ നിങ്ങൾ ചോദിച്ചല്ലോ. കേരള സംസ്ഥാനത്ത് BJP-യും CPM-ലെ നേതൃത്വവും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും അപഹാസ്യമായ ഡീല് ചെങ്ങന്നൂരിലാണ്. സജി ചെറിയാനാണ് അതിന്റെ നേതാവ്. ഒരാശയ വ്യക്തതയുമില്ലാത്ത, വ്യതിയാനം മാത്രമുള്ള ഒരു കോമ്രേഡ്. അയാൾ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലാണ് എടുത്തിരിക്കുന്നത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ്. ഇവിടുന്ന് VS അച്യുതാനന്ദൻ അല്ലാതെ ആരും സെക്രട്ടേറിയറ്റിൽ സ്ഥിരമായി ഇരുന്നിട്ടില്ല. ഗൗരിയമ്മ ഒരു ടേമേ ഇരുന്നുള്ളൂ, മാറ്റിക്കളഞ്ഞു. ചന്ദ്രനാഥൻ ഒറ്റ ടേമേ ഇരുന്നുള്ളൂ, മാറ്റിക്കളഞ്ഞു. എന്നോട് 3-4 സമ്മേളനം കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റ് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. എന്റെ കാരണം എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആലപ്പുഴ സമ്മേളനം കഴിഞ്ഞപ്പോഴും അത് പറഞ്ഞു, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോ ഇവരൊക്കെ ഇതിന്റെ കസേരയിലേക്ക് സജി ചെറിയാൻ സെക്രട്ടേറിയറ്റ് എടുക്കാന്ന് പറഞ്ഞു. അയാളെ പറ്റി എന്തെങ്കിലും ഈ പിണറായി പഠിച്ചിട്ടുണ്ടോ? ഒന്നും അറിയില്ല. പിണറായിക്ക് അറിയാലോ. പിണറായിയുടെ ഔദ്യോഗിക വസതിയിൽ അയാളെ കയറ്റത്തില്ലായിരുന്നു. അവസാനം എന്റെ അടുത്ത് വന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഞാൻ പിണറായിയോട് പറഞ്ഞു, അയാളവിടെ ഉൾപാർട്ടി സമരത്തിൽ പാർട്ടിയിലേക്ക് നിൽക്കുക, നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നമ്മുടെ കൂടെ നിൽക്കുമ്പം അയാൾക്ക് ഒരു വിധേയത്വമുണ്ട്, അച്ചടക്കമുണ്ട്. അപ്പൊ ഞങ്ങളൊന്നും ഇല്ലല്ലോ, അയാളാണ് അതിന്റെ ഏറ്റവും വലിയ ആൾ. അപ്പൊ ഇതൊക്കെ തനിനിറം വിളിക്കുന്നു. അങ്ങനെയാണ് ഇയാളെ ക്ലിപ്പ് ഹൗസിലോട്ട് കയറ്റുന്നത്. വലിയ പ്രമാണിയായിട്ട് വലിയ പ്രസ്താവനയൊക്കെ ഇറക്കുമല്ലോ. അപ്പോ സജി ചെറിയാനെ പോലെ ഉള്ളവർ ആലപ്പുഴ പാർട്ടിയെ നയിക്കുമ്പോൾ ഈ പാർട്ടിയിൽ ബുദ്ധിജീവികൾ വരുമോ? കലാകാരന്മാർ വരുമോ? നല്ല ചെറുപ്പക്കാർ വരുമോ? തൊഴിലാളി വർഗം തന്നെ ഇവിടെ ഉണ്ടോ? CHUവിന്റെ ശബ്ദം കേൾക്കാറുണ്ട്. ഇപ്പോ കർഷക തൊഴിലാളികളുടെ ശബ്ദം കേൾക്കാറുണ്ട്. ഇവിടെ കിസാൻ സഭയുടെ ശബ്ദം കേൾക്കാനുണ്ടോ? ഇല്ല. സജി ചെറിയാൻ നിയമിച്ച കുറെ DYFIയുടെ പ്രവർത്തകരുണ്ട്. അവിടെ തന്നെയാണ് എന്നെ ഇല്ലാതെ കുട്ടിയായിരിക്കുന്നതാണ്.
അത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കെതിരെ പ്രസ്താവന ഇറക്കും. എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുന്നത്. ഞാൻ അയാൾക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്, മണൽ ഊറ്റി വിറ്റ് കാശ് ഉണ്ടാക്കി വീതിക്കാണ് അവര്. ഇതൊക്കെ വസ്തുതയാണ്. കോടതി കേസ് കൊടുത്തില്ല, ഞാൻ കോടതി പറയും. ഇവര് മുഴുവൻ മാറും. കോടതി കേസ് കൊടുക്കട്ടെ, സത്യമല്ലേ? ഇവരൊക്കെ എങ്ങനെ സമ്പന്നരായി, എങ്ങനെ കോടീശ്വരന്മാരായി? 1 ഏക്കറോ 1.5 ഏക്കറോ ഭൂമി ഉണ്ടായിരുന്ന വെറും ഇടത്തരത്തിൽ താഴെപ്പെട്ട ആളുകൾ, ഒരു അധ്യാപകരോ വല്ല വീട്ടിൽ കാണും. ഇവരെങ്ങനെ കോടീശ്വരന്മാരായി? എങ്ങനെയാണ് മക്കളെയൊക്കെ 15 കോടി രൂപ മുടക്കി പെൺമക്കളെയൊക്കെ എങ്ങനെയാണ് വലിയ വലിയ സ്ഥാപനങ്ങൾ പഠിപ്പിച്ച് എങ്ങനെ എവിടെ കിട്ടി പൈസ? പറ. വീട്ടിൽ അത്ര വലിയ ഉദ്യോഗം, ലക്ഷക്കണക്കിന് രൂപ ശമ്പളമുള്ള ഉദ്യോഗം ഉണ്ടായിട്ടല്ലോ. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നിന്നുണ്ടാക്കിയതാണ്. അങ്ങനെയുള്ളവരുടെ ഒരു നിലയായിരിക്കുന്നു ആലപ്പുഴ. സ്ഥാനാർത്ഥികളിൽ തന്നെ 2 കോടീശ്വരന്മാരുണ്ട്. ഇവിടുത്തെ 6 CPM സ്ഥാനാർത്ഥികൾ 2 കോടീശ്വരന്മാരുണ്ട്. ലക്ഷങ്ങളുടെ കോടീശ്വരന്മാർ. ഈ സത്യങ്ങൾ അങ്ങേക്ക് അറിയാമെന്നുള്ളതാണോ അവർക്ക് അങ്ങോട്ടുള്ള ഒരു പകയ്ക്ക് കാരണം? എനിക്കല്ല, എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് അറിയാം. നാട്ടുകാരുടെ എല്ലാവർക്കും പകയാണ്. നാട്ടുകാരെ വോട്ട് ചെയ്യാനാണ് യന്ത്രങ്ങളായിട്ട് അവർ കാണുന്നത്. അവർക്ക് MLA യും മന്ത്രിയും മറ്റതും പഠിച്ചതും ഒക്കെ ആവാനുള്ള യന്ത്രങ്ങളായിട്ടാണ് നാട്ടുകാരെ. നാട്ടുകാരോടൊന്നും സ്നേഹമോ പൂർവ്വ ആദരവൊന്നുമില്ല. നാട്ടുകാരെ അവരെ സ്നേഹിക്കുന്നുമില്ല. തെരഞ്ഞെടുപ്പ് കുറെ ജയിക്കും, കുറെ തോക്കും. ജനങ്ങളിത് മനസ്സിലാക്കി വരികയാണ്. തിരുത്താനാണ് പിണറായി വിജയൻ ഇനിയുള്ള ജീവിതം. അദ്ദേഹം പാർട്ടിയെ തെറ്റുകൾ തിരുത്തി, അദ്ദേഹത്തിന്റെ തെറ്റും തിരുത്തി, അദ്ദേഹം മൂലം കഷ്ടപ്പെടുന്ന സഹാക്കളുടെ മാനസികാവസ്ഥ കണക്കിലെടുത്ത് അവരെയൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് അദ്ദേഹം പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാൻ സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല. അതാണെങ്കിൽ അദ്ദേഹത്തിന് കൊള്ളാം. 2021 തെരഞ്ഞെടുപ്പിൽ അങ്ങ് ഉൾപ്പെടെ 2 ടേം പൂർത്തിയാക്കിയവർക്ക് സീറ്റ് അന്ന് നിഷേധിച്ച ഒരു പോളിസി CPM കൊണ്ടുവന്നു. പക്ഷെ ഇപ്പോൾ ആ പോളിസിയിൽ കാതലായ മാറ്റം വരുത്തി. 2021 തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രത്യേകതയും കണ്ടു. അങ്ങ് ഭരിച്ചിരുന്ന പൊതുമരാമത്ത് വകുപ്പ് മരുമകൻ മുഹമ്മദ് റിയാസിന് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറുന്നു. ആ ഒരു പോളിസി ആരെങ്കിലും ഒക്കെ വെട്ടി ഒതുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നോ? അത് തീരുമാനിക്കേണ്ടത് ഒരു കാര്യം. പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഞങ്ങളൊക്കെ അത് അംഗീകരിച്ചു, ഞാനും അംഗീകരിച്ചു. പക്ഷെ കേരളം ഒട്ടാകെ കണ്ടതെന്താ? പാർട്ടിയുടെ ഭൂരിപക്ഷം എൻ്റെ അടുത്ത് പോകുന്നത്. അത് നെഗറ്റീവായിരുന്നു തീരുമാനം. അപ്പോഴാണ് ആളുകൾ പറഞ്ഞത് ജിസുകാരനെ മറ്റേ മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന. ഞാൻ വിശ്വസിച്ചില്ലെന്ന്. ഇപ്പോഴും വിശ്വസിക്കും. കാരണം ഇപ്പൊ 2 ടേമില്ല. പിണറായി 7ാമത്തെ ടേമാണ്, സഹിച്ചറിയ 3ാമത്തെ ടേമാണ്, വീണാ ജോർജ് 3ാമത്തെ ടേമാണ്. അതെ, കായംകുളം MLA 3ാമത്തെ ടേമാണ്. അങ്ങനെ ആരില്ല. 10-30 പേര് 3ാമത്തെ ടേമായവരാ. അപ്പൊ അതില്ല, ഇപ്പൊ ടേമില്ല. മനസ്സിലായല്ലോ? ലോകത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ ടേമില്ലല്ലോ. അതുപോലെ തന്നെ 75 വയസ്സ് റിട്ടയർ ചെയ്യുന്നത് ലോകത്ത് ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഉള്ളത്? ഇതൊക്കെ ഇവരുണ്ടാക്കിയതല്ലേ കുറച്ചു പേര് ചേർന്നിട്ട്. ഞങ്ങളെല്ലാം പ്രത്യേക താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളല്ലാതെ അംഗീകരിച്ച് ഞങ്ങൾ തെറ്റാന്നുള്ള ബോധമൊന്നുമുണ്ട്. നമുക്ക് വേണ്ടി അന്ന് കഴിഞ്ഞ 2020 ഞാൻ മത്സരിച്ചാൽ എന്റെ മിനിമം മെജോറിറ്റി 50,000 ആണ്, 50,000 ആണ്. കാരണം ഇതെല്ലാം ഒന്ന് ഇറങ്ങിയ കാലമാണ്. ബൈപ്പാസ് ആയാലും പാലങ്ങടായാലും ഈ റോഡടക്കം നമുക്ക് ഒരു വെള്ളക്കുഴിയായിരുന്നു. ഒന്നാമതര BMS റോഡ്, കുട്ടനാട് ചെറിയ റോഡ്. ഇപ്പോൾ അങ്ങനെ 1,05,608 കോടി രൂപയുടെ വികസന പ്രവർത്തനം PWD മാത്രം നടത്തി കഴിഞ്ഞ 2016-20 1,05,608 കോടി രൂപയുടെ വികസനം PWD ഞാൻ നടത്തി. കേരളത്തിൽ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയും അത് കക്ഷി വ്യത്യാസമില്ല, സമുദായ വ്യത്യാസമില്ല, ഒന്നുമില്ല. കേരള വികസനമാണ്. അത് നടത്തിയ വകുപ്പാണ് PWD വകുപ്പ്. അതുവരെ അഴിമതി കുളിച്ചു നിന്ന ഒരു വകുപ്പ്. അതെ, അത് ഞങ്ങളാരും കൈ നീട്ടി ആരോടും ഒന്നും വാങ്ങിച്ചിട്ടുണ്ടോ. പക്ഷെ പിന്നീട് അതേ വകുപ്പെടുത്ത് മരുമകന് കൊടുക്കും. അത് നിങ്ങൾ മരുമോണാവുന്ന എനിക്ക് പ്രശ്നം. രാഷ്ട്രീയത്തിൽ ഞാനതൊന്നുമല്ല പറഞ്ഞു. ഈ ഗവൺമെന്റ് വന്ന PWD വകുപ്പ് ഒരു വികസനവും നടത്തിയില്ലല്ലോ. ഈ വൈറ്റ് ടെക്നോളജി ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂരിലെങ്ങാണ് നടപ്പിലായിട്ടുള്ളൂ. അമേരിക്കയിലെങ്ങാണ് നടപ്പിലായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാനിവിടെ 12 കിലോമീറ്റർ നടത്തി ആലപ്പുഴ ടൗണിൽ. കാരണം ഗവൺമെന്റ് ലാസ്റ്റ് പീരീഡിലാണ് 21 ജനുവരിയിലോട്ടുമാണ് ഞാൻ നടത്തുന്നത്. 1 കിലോമീറ്ററിന് 5 കോടിയാണ്. 12 മീറ്റർ ഉള്ളത് കൊണ്ടാണ്. ബാംഗ്ലൂരിൽ 24 മീറ്റേഴ്സ് ആയതുകൊണ്ട് അവിടെ 10 കോടിയാണ്. 30 വർഷം ഇത് മെയിൻ്റനൻസ് വേണം. ഒരു സ്ക്രാച്ച് പോലും ഇല്ല. ഇപ്പൊ 8 വർഷമായാലും ഒരു സ്ക്രാച്ച് പോലും ഇല്ല.
ബംഗാളിലൊക്കെ അല്ല ബാംഗ്ലൂരിലൊക്കെ റോഡൊന്നും കൂടെ ഒരു പരിപാലനം, ഇവിടെ പരിപാലനമൊന്നുമില്ല. ഓട്ടോ തൊഴിലാളി വെട്ടിപ്പൊളിച്ചാൽ വെട്ടിപ്പൊളിച്ചു, പക്ഷെ വെട്ടിപ്പൊളിച്ചിട്ട് ഇത് പൊട്ടാതെ വന്നു. പലതവണ വെട്ടിയിട്ട് ഇത് പൊട്ടിയില്ല. അപ്പൊ ഇതൊക്കെ നാട്ടുകാരുടെ പൊട്ടിക്കണം. അങ്ങനെയുള്ള സംഭവം ഉണ്ട്. ഈ ടെക്നോളജി ഇവിടെ കൊണ്ടുവന്നില്ലേ, ആ ടെക്നോളജി പരിപോഷിപ്പിച്ചോ. എല്ലാ ജില്ലാ തലസ്ഥാനങ്ങളും 1,000-2,000 കോടി രൂപ മുടക്കാനെന്താ, ജില്ലാ തലസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട റോഡെല്ലാം ഇതാക്കിക്കൂടെ, വൈറ്റ് ടോപ്പിംഗ് ടെക്നോളജി ആയിക്കോട്ടെ. 2 തവണ റോഡ് കോൺക്രീറ്റ് ചെയ്താണ്. ഒന്നും കോൺക്രീറ്റ് ചെയ്യും, പിന്നെ അതിന് മുകളിൽ ചെറിയ മെറ്റലിടും, അതിന് മേലെ മണ്ണിടും, പിന്നെ മെറ്റലിടും, പിന്നെ ടാറിടും, അവസാനം കോൺക്രീറ്റ്. ഇല്ല, മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്കൊക്കെ ഇടയ്ക്ക് വെട്ടുമീനി കിട്ടുള്ളൂ. ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ ഉള്ളൂ, അല്ല. കറന്റ് പൊളിറ്റീഷ്യൻസ്, കറന്റ് ബ്യൂറോക്രാറ്റ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ്, ഈ 3 പേരും കൂടെ ചേർന്നുള്ള ഒരു നെക്സസ് ആണ് ഇന്ത്യയുടെ നിർമ്മാണ രംഗത്തുള്ളത്. ഇന്ത്യയിൽ 100 രൂപ റോഡിന് മുടക്കിയാൽ 40 രൂപ അവിടെ ചെലവഴിക്കും. 60 ഇവർ 3 കൂടെ, കറന്റ് പൊളിറ്റീഷ്യൻസ്, കറന്റ് ബ്യൂറോക്രാറ്റ്സ് ആൻഡ് കോൺട്രാക്ടേഴ്സ്, കറന്റ് കോൺട്രാക്ടേഴ്സ്. ഈ 3 കൂടെ നെക്സസ് ആണ് ഇന്ത്യയിലെ പഞ്ചവർഷ പദ്ധതികളുടെ ഗുണം. വളരെ കുറച്ചേ അവിടെ കിട്ടിയിട്ടുള്ളൂ. വലിയ പദ്ധതികളൊക്കെ പിന്നെ എഞ്ചിനീയർമാർ ഇതൊന്നും ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്വാനങ്ങളും കീഴാക്കൊണ്ടുമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊന്നും പല അപാകതൊന്നും കാണും. പക്ഷെ ഇത് ചെലവിനെ പറ്റി നമുക്കറിയില്ല. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഈ ഗവൺമെന്റ് വന്ന ശേഷം എന്തെങ്കിലും ഉണ്ടോ? ശബരിമല കൊള്ളയുടെ തുടക്കത്തില് അങ്ങ് പറഞ്ഞു, ഒരു രാഷ്ട്രീയ മണ്ഡലത്തിന്റെ സംരക്ഷണം ഇല്ലെങ്കിൽ അവിടെ പലതും സംഭവിക്കും, വലിയ കൊള്ള നടക്കും, ഭഗവാനെ പോലും അപഹരിക്കുമെന്ന്. ആ ഒരു തലത്തിലെത്തി നിൽക്കുന്നില്ല ഇപ്പൊ ശബരിമല സ്വർണ്ണ. രാഷ്ട്രീയ സംരക്ഷണം 2, കൊള്ള നടത്തുന്നതിനുള്ള രാഷ്ട്രീയ സംരക്ഷണം, കൊള്ളയെ തടയുന്ന രാഷ്ട്രീയമായ നിലപാട്. ഞാൻ പറയുന്ന ആദ്യത്തെ നിലപാടിനെ പറ്റിയാണ്. കൊള്ള നടത്തുന്ന സംരക്ഷണമാണ് ഇപ്പൊ നടക്കുന്നത്. ഈ അയ്യപ്പ സംഗമം തന്നെ അനാവശ്യമല്ല. ഇത് സൺമാർച്ച്, ഇഫ് നോട്ട് ആന്റി മാർക്സിസ്റ്റ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന്റെ ഗവൺമെന്റ് എന്ത് കാര്യമാണ് ഭക്തന്മാരെ വിളിച്ചുകൊണ്ട്? ഭക്തന്മാരെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഭക്തി ഇല്ലാത്തവർ മോശക്കാരാണെന്നാണോ? ആണോ? ഭക്തന്മാരടങ്ങുന്ന ഭൂരിപക്ഷം അടങ്ങുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. ആ സമൂഹത്തിന്റെ അവിടെ ഭക്തി പ്രകടിപ്പിക്കാനും അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കൽ മാത്രമാണ് നമ്മുടെ ജോലി. അതാണ് ഭരണകൂടത്തിൽ അതൊക്കെ കൈയിടരുത്. അയ്യപ്പ ഭക്തന്മാർ അങ്ങനെ ക്രിസ്ത്യൻ ഭക്തന്മാരെ വിളിച്ചുകൂടണ്ടേ, മുസ്ലിം ഭക്തരെ വിളിച്ചുകൂടണ്ടേ? ഇത് തെറ്റല്ലേ ഇത്? എന്തെങ്കിലും ചിന്താശക്തി ഉണ്ടെങ്കിൽ, മാർക്സിസത്തിന്റെ മേമ്പടി ഉണ്ടെങ്കിൽ തീരുമാനിക്കുക. അവിടെ ആദിത്യനാഥിന്റെ BJP മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിക്കുക, ലോകത്തുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തുക. എന്ത് പ്രയോജനമുണ്ട്? ദോഷമില്ല. അത് പറഞ്ഞ ഉടൻ തന്നെ ആരോപണം വരികയല്ലേ അവിടെ ശബരിമലയിലെ കൊള്ളകളെ പറ്റി. അയ്യപ്പ വിശ്വാസി അല്ലാത്തവരോട് വിചാരിച്ചാണ് ഇത് നടത്തിയുണ്ടായി സംഭവിച്ചത്. അത് യാതൊരു തരത്തിലുള്ള മാർക്സിസ്റ്റ് വിശകലനവും ഇല്ല. അതറിയാവുന്ന ഒരാളും ഇല്ല, ഒരാളെ ക്യാബിനറ്റിലില്ല. സ്റ്റേറ്റ് ക്യാബിനറ്റിൽ ആരും ഉണ്ടെങ്കിൽ ഒരു ഉണ്ടായിരിക്കുകയാണ്, ആരും കാണുമായിരിക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊരു പുതിയ രീതിയാണ് വന്നിരിക്കുന്നത്, ഒരിക്കലും ഇല്ലാത്ത ഒരു രീതിയാണ്. ഇന്ന് കടകംപള്ളിയെ പെട്ടെന്ന് ദേവസ്വം മന്ത്രി ആക്കിയതിന് പിന്നിൽ ഈ കഥകളും ഇപ്പോഴത്തെ സംഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? എനിക്കറിയില്ലേ, കടകംപള്ളിയെ അറിയാവുന്നതൊന്നും എനിക്കറിയില്ല. അങ്ങ് വളരെ സുരക്ഷിതമായി ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനൊക്കെ പിന്നീട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആ കാലഘട്ടത്തെ പറ്റി ഒരു അക്ഷരം ഈ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടിരുന്നു. കഴിഞ്ഞ ഗവൺമെന്റ് PWD വകുപ്പുകാരനാണ് ഈ ഗവൺമെന്റ് വന്നതെന്ന്. ആ വകുപ്പ് മാത്രമല്ല, ഈ വകുപ്പ് മുമ്പ് നിന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ലൊരു കാര്യത്തിൽ കൊള്ളാമെന്ന് പറയുന്നത് കേട്ടിരുന്നു. തോൾ തട്ടി ഒന്ന് കൊള്ള എന്ന് പറഞ്ഞത് കേട്ടിരുന്നു. ഏതെങ്കിലും നന്മ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല. കേരളീയർ ഇത് അനുഭവിക്കും ഈ കുറച്ചു മാസം കൂടി. താങ്ക്ലെസ് എന്ന് നമുക്ക് പറയാമോ? താങ്ക്ലെസ് ഒന്നും അല്ല ഇത്. ഇതെന്ന് വെച്ചാൽ മോസ്റ്റ് അൺമാർക്സിയൻ. ഒരു സെക്കുലർ സ്റ്റേറ്റിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഗവൺമെന്റ് സംവിധാനമാണ് ഇരിക്കുന്നത്. ആ സംവിധാനം വന്നാൽ ഞങ്ങളതിനെ സെക്കുലർ ആക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളെ ഒന്ന് മത്സരിപ്പിക്കാതിരുന്നത്. എന്നോട് ഇത് പറയാനും പറ്റില്ല, എന്നോട് പറഞ്ഞിട്ടുമില്ല, എന്നോട് ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും ആരോടെങ്കിലുമൊക്കെ. ജലീലിനോടൊക്കെ പറയാറുണ്ട്, പ്രസവമല്ലോ. അപ്പൊ ജലീലിന്റെ ഒക്കെ പേരിൽ അക്കാലത്ത് വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആരോപണം ഉയർന്നതിന് കാരണം എന്താ കാര്യമാണ് ഞാൻ പറഞ്ഞത്? ഇതെല്ലാം ആലോചിച്ച് ചെയ്തിരിക്കുകയാണ്.
എല്ലാം ഗവൺമെന്റിന് ദോഷമായി, പാർട്ടിക്ക് ദോഷമായി, സ്റ്റേറ്റിന് ദോഷം, ജനതയ്ക്ക് ദോഷം. ഇതൊക്കെ തിരുത്തണം. ഇത് എന്തെല്ലാം കുറ്റവും കുറവും ഉണ്ടെങ്കിലും അവിടെ ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെന്റുകളുടെ നന്മകളില്ലേ, ആ നന്മകളെങ്കിലും പുനഃസ്ഥാപിക്കണം. ഒരു നന്മയില്ലേ ഗവൺമെന്റ്? ഒന്നുമില്ല. എല്ലാം പ്രോപ്പഗൻഡയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നു. പലതും അബദ്ധത്തിലാണ് അവസാനിക്കുന്നത്. ഇപ്പോഴത്തെ പ്രോഗ്രസ് കാർഡിൽ മിക്കവയും പൊതുമരാമത്ത് വകുപ്പ് തെറ്റാണ്. പ്രോഗ്രസ് കാർഡ് എന്തിനാണ്? പ്രോഗ്രസ് കാർഡ് എന്നത് സ്കൂളാണോ? വിദ്യാർത്ഥികളാണ് ഞങ്ങള്. ഞാൻ പ്രോഗ്രസ് കാർഡ് കണ്ടിട്ടുള്ള സ്കൂളിൽ മാത്രമാണ്, കോളേജിലാണ്. കോളേജ് വരുമ്പോഴും പ്രോഗ്രസ് കാർഡൊന്നും ഇല്ല, ഇതൊന്നും ആവശ്യമില്ല. ഇപ്പൊ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രോഗ്രസ് കാർഡാണ്. എവിടെയാ? എന്തിന്? അവിടെ പ്രൊഫസർമാർ വന്ന് പ്രസംഗിക്കുന്നു, അവര് പോകുന്നു. ഇവിടുത്തെ പോലെ ഒന്നുമുള്ള ഈ കടലാസ് വിദ്യാഭ്യാസം അല്ല അവിടെ. അപ്പൊ ബൗദ്ധികമായിട്ടുള്ളതാണ് ഈ പ്രോഗ്രസ് കാർഡ്. എന്തിന്? എന്തടിസ്ഥാനത്തിന് ഈ പ്രോഗ്രസ് കാർഡ്? ആരാ ഇത് ഉണ്ടാക്കിയത്? പറ. ഈ പ്രോഗ്രസ് കാർഡ് ആരുണ്ടാക്കുന്നു? സർക്കാർ തന്നെ ഉണ്ടാക്കി, അവർ തന്നെ. സർക്കാർ എന്ന് പറഞ്ഞ ആര്? IAS. അപ്പൊ എന്റെ വകുപ്പ് എങ്ങനെയാന്ന് പറയുന്നത് IAS കാരനാണോ? അയക്കുന്ന ധൈര്യം? IAS കാരനെ നമ്മൾ ഭരിക്കണം. നല്ല IAS കാരുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. അല്ലാത്തവരോട് അവിടെ നിന്ന് മാറ്റും, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടുന്ന രീതിയാണ്. പണ്ട് ഇപ്പൊ ആ രീതിയൊന്നുമില്ല. 2021 P ജയരാജന്റെ ഒരു ഫോട്ടോ ഫ്ലെക്സ് വെച്ചതിനെ ചൊല്ലി വലിയ വിവാദം. വ്യക്തിപൂജ ഒന്നും പാർട്ടിയിൽ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് കാസർഗോഡ് മുതൽ പാറശാല വരെ എല്ലാ സർവ്വ ഹോർഡിങ്സുകളിലും പിണറായി വിജയന്റെ മുഖം, പിണറായി വിജയന്റെ ജയരാജല്ലേ പറയട്ടെ. അയാളെന്താ പരാതി പറയാത്ത? ആർജവും ഇല്ല. അത് എന്തിനാണ് ആർജവുള്ള ആളെന്നല്ലേ നിങ്ങൾ പറയുന്നതിനെ പറ്റി? എന്താണ് പറയാത്ത? P ജയരാജൻ പറയട്ടെ. അയാളെ ബാധിച്ചൊരു കേസല്ലേ? അല്ല, വ്യക്തിപൂജ പാടില്ല, ഇൻഡിവിജ്വലിസം പാടില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല, അത് വലതുപക്ഷ പാർട്ടികളോ. അതല്ല, ജയരാജന്റെ ആ ഫ്ലക്സ് വെച്ചത് വ്യക്തിപൂജയാണോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്കതിൽ അഭിപ്രായം പറയേണ്ട കാര്യമില്ല, കഴിഞ്ഞ കാര്യമാണ്. എന്തെങ്കിലും പറയേണ്ടത് P ജയരാജനാണ്. അതെന്താ പറയാതെ? അതാണ് പറഞ്ഞത്. 5 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ടാക്കിയിട്ട് പാർട്ടി മെമ്പർമാർ അവരുടെ ഘടകങ്ങളിൽ തെറ്റായ കാര്യങ്ങൾ ആണെങ്കിൽ അത് പഠിച്ചു മനസ്സിലാക്കുക. തെറ്റാന്ന് പറയണം. അങ്ങനെ പാർട്ടി മെമ്പർമാർ ഭൂരിപക്ഷം പറയുമ്പോൾ പിന്നെ ഈ പാർട്ടി തെറ്റുണ്ടാവില്ല. അങ്ങനെ പറയാൻ ആരും തയ്യാറല്ല. പറയാൻ അറിയാവുന്നവരില്ല എന്ന് പറയാൻ മറന്നുപോയിരിക്കുന്നു. പാർട്ടി ഭരണഘടന പോലും വായിക്കാത്ത ആളുകളാണ് മെമ്പർമാർ 90%. ഇതൊക്കെ സംഭവിച്ചില്ലെങ്കിൽ എന്നിട്ടും ഈ പാർട്ടി നിലനിൽക്കാൻ കാരണം ഇതിനുവേണ്ടി മരിച്ചവരിവിടെ ഉള്ള കൂടുതലാണ്. അവിടെ രക്തവും മജ്ജയും മാംസവും അസ്ഥിയും ഈ ഭൂമിയിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും പാവങ്ങൾക്ക് അത് വിശ്വാസമുള്ളത്. ഉള്ള വിശ്വാസം കൂടി നശിപ്പിക്കാൻ ഇതിനാകൊണ്ടാണ്. പിണറായി വിജയന്റെ ഒരു ബ്രാൻഡ്, അതാണ് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തരംഗമാകുന്നതെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. അത് വിശ്വസിച്ചാണ് ഈ ഹോർഡിങ്ങുകളും പരസ്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ശരി, ആ ബ്രാൻഡ് എന്താണ്? അതും നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടായിരിക്കാം. ഞാൻ ഉത്തരം പറയേണ്ട കാര്യമല്ല. അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. സന്തോഷം.